എൻ്റെ മോനെ, ധൈര്യമെന്ന് പറഞ്ഞാൽ ഇതാണ് ധൈര്യം. നല്ല ചങ്കൂറ്റമുള്ള നല്ല ഒന്നാന്തരം പുലിക്കുട്ടി. ഇത്രയധികം ധൈര്യം ചാൾസ് ശോഭരാജിൽ പോലും കണ്ടിട്ടില്ല എന്ന് നമ്മളൊക്കെ ചില സമയങ്ങളിൽ പറയാറുണ്ട്. ഇത് ചാൾസ് ശോഭരാജൊന്നുമല്ല, അതിനേക്കാൾ നല്ല ഒന്നാന്തരം പുലിക്കുട്ടി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മളെല്ലാവരും ഇസ്രായേലിലേക്ക് പുറപ്പെട്ട മാഹിൻ എവിടെയാണ് എന്നുള്ള അന്വേഷണത്തിലാണ്. ഇസ്രായേലിലേക്ക് പുറപ്പെട്ട മാഹിനെക്കുറിച്ച് ഒരു വിവരവുമില്ല, എന്തുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ആശങ്കയോടുകൂടി ഇരിക്കുന്ന സമയത്ത് ചെക്കൻ ഇസ്രായേലിൽ നിന്നും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പാണ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഇസ്രായേലിലെ ജെറുസലേമിലുള്ള ഏറ്റവും പ്രശസ്തമായ അവിടുത്തെ മുസ്ലിമീങ്ങളും ജ്യോതിരുമൊക്കെ ഒത്തുകൂടുന്ന വിലാപ മതിലിൻ്റെ അടുത്തുനിന്നുകൊണ്ടാണ് ഹിച്ച് നൊമാദ് എന്ന് പറയുന്ന അഡ്വഞ്ചർ വ്ളോഗറായ മാഹിൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ആ വീഡിയോയ്ക്ക് മാഹിൻ കൊടുത്ത ക്യാപ്ഷൻ ഇങ്ങനെയാണ്: പടിഞ്ഞാറൻ ചുവരിൽ ഞാൻ ചേച്ചിക്കായി കാത്തിരിക്കുകയാണെന്ന് ദയവായി ആരെങ്കിലും അറിയിക്കുക. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവൻ യെരുശലേമിൽ വന്നു കഴിഞ്ഞാൽ മറ്റേ കൊറോണ അടിച്ച് മറ്റേ പൊളിക്കണമെന്നുള്ളത് എൻ്റെ ഒരു മോഹമാണ്. ഞാനിപ്പോൾ നമ്മുടെ വെസ്റ്റേൺ മാളിന് മുന്നിൽ ജെറുസലേമിൽ നിൽക്കുവാണ്. ഒരു മലയാളി ചേച്ചി ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ചേച്ചി പറഞ്ഞിരുന്നു മാഹിനെ കണ്ട കർണത്തടിക്കണമെന്ന് പറഞ്ഞിരുന്നു. ചേച്ചി, ഞാൻ കുറേ നേരമായിട്ട് 2-3 മണിക്കൂറായിട്ട് ഞാൻ വെസ്റ്റേൺ മാളിൽ നിന്ന് കറങ്ങുവാണ്. ചേച്ചി ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരും, ഞാൻ ഇനിയും ഒരു 2-3 മണിക്കൂർ കൂടെ നിൽക്കാൻ തയ്യാറാണ്. എൻ്റെ 2 കരണവും ഞാൻ തരാം. കാരണം ചേച്ചിക്ക് അടിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ജെറുസലേമിൽ തന്നെ ഉണ്ട്. ചേച്ചിയുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓൾറെഡി ജെറുസലേം വിട്ട് പോയായിരുന്നു. പിന്നീട് വീഡിയോ കണ്ടപ്പോൾ ഞാൻ വീണ്ടും കരണത്തടി വാങ്ങാൻ വേണ്ടി വന്നതാണ്. എങ്ങനെയുണ്ട് ചെക്കൻ്റെ ധൈര്യം? ജെറുസലേമിൽ ഇരുന്നു കൊണ്ട് ജൂതന്റെ പണം പറ്റിക്കൊണ്ട് ജീവിക്കുന്ന ഈ വർഗീയവാദിയായ ഈ ഒരു സ്ത്രീ ജെറുസലേമിലെ വിലാപ മതിലിനടുത്ത് വന്നു കഴിഞ്ഞാൽ മാഹിന്റെ കർണക്കുറ്റി അടിച്ചു പൊളിക്കുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ ആ വർഗീയവാദിയായ സ്ത്രീയുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നല്ല ഒന്നാന്തരം പുലിക്കുട്ടിയായി ചങ്കുറ്റത്തോടുകൂടി അതേ വിലാപ മതിലിനടുത്ത് വന്നുകൊണ്ട് മാഹിൻ തിരിച്ചു കൊടുത്ത മറുപടി അതൊന്നൊന്നര മറുപടിയായിരുന്നു. മാഹീൻ എന്നുള്ളൊരു പേരുള്ള ഒരു സുഡാപ്പി കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇസ്രായേലിൽ കാലുകുത്തി. ആ സുഡാപ്പി മാഹീൻ എന്ന് പറയുന്ന ചെറ്റയെ ഞാൻ സത്യത്തിൽ യെരുശലേമിൽ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അവന് യെരുശലേമിൽ വല്ലതും ലൈവ് ചെയ്യുന്നത് പോലെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ കാരണം അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിങ്ങിലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എന്തോ ഈ സുഡാപ്പി മാഹീൻ 7 ദിവസമായിട്ട് അവൻ്റെ അനക്കമൊന്നും കാണുന്നില്ല. ഇസ്രായേലിൽ വന്ന ആദ്യത്തെ ഒരു ദിവസം അവൻ കാലുകുത്തിയ ആദ്യത്തെ ദിവസം 1-2 വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അവനെക്കുറിച്ച് ഒരനക്കവും തന്നെ ഇല്ലയെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വീഡിയോ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ കണ്ടിരുന്നു. അവൻ ഇസ്രായേലിൽ വന്ന് കാലുകുത്തുന്ന ആ ദിവസം തന്നെ ഞാൻ അവൻ്റെ വീഡിയോ കണ്ടിരുന്നു, ഈ സുഡാപ്പി മാഹീൻ്റെ. അപ്പോൾ ഞാൻ ആദ്യ ദിവസം കണ്ടപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ കരുതിയതാണ്, ഇവൻ യെരുശലേമിൽ എന്തായാലും കാല് കുത്താതിരിക്കത്തില്ല. കാരണം ഇവൻ വിലാപ മതിലിൽ ഷൂട്ടിങ് ചെയ്യാൻ വരും. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലേസാണ് യെരുശലേമിൽ വിലാപ മതിൽ എന്ന് പറയുന്നത് തന്നെ. വെയിലിംഗ് വോൾ എന്ന് പറയും. അപ്പോൾ ഇവിടെ എന്തായാലും ഷൂട്ട് ചെയ്യാൻ വരും. അങ്ങനെയാണെങ്കിൽ ആ ഷൂട്ടിംഗ് ചെയ്ത് അവൻ അതെ റബ്ബി സ്വീഗോഗനെ ബ്രൂട്ടലി കൊന്നുകളഞ്ഞു. ഇന്നലെ ദുബായിൽ നടന്ന സംഭവമാണ് ഞാൻ പറയാം. ഈ മാഹീൻ എന്ന് പറയുന്ന സുഡാപ്പി ചെറ്റ അവൻ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇസ്രായേലിൽ വന്ന് കാലുകുത്തിയപ്പോൾ തന്നെ ഇവൻ സത്യം പറഞ്ഞാൽ സുഡാപ്പിയാണ്, തീവ്രവാദിയാണ് എന്നുള്ളതിനകത്ത് ഒരു മാറ്റവുമില്ല. കാരണം ഇവൻ ഒരു നിഷ്പക്ഷനായ ഒരു ബ്ലോഗർ ആകുമ്പം അവൻ നിഷ്പക്ഷനായിട്ട് കാര്യങ്ങൾ പറയേണ്ടവനാണ്. പക്ഷേ അവൻ സുഡാപ്പി പ്രീണനം മൂത്തിട്ടാണ് പല വ്ലോഗുകളും ചെയ്യുന്നത്. അവൻ താലിബാനിൽ ചെന്നപ്പോൾ താലിബാനിന് വിസ്മയം, താലിബാൻ ഭയങ്കര വിസ്മയം. താലിബാനിലെ ഇപ്പം നടത്തുന്ന തീവ്രവാദികളെല്ലാം തന്നെ ഭയങ്കര സ്നേഹമുള്ളവരാണ് എന്ന് പറഞ്ഞ് കമൻ്റിട്ട് തള്ളി മറിച്ചവനും വീഡിയോ ചെയ്തവനുമാണ്. അവൻ ഇസ്രായേലിൽ വന്ന് കാലുകുത്തിയ ആദ്യത്തെ ദിവസം തന്നെ അവനൊരു വീഡിയോ ചെയ്തിരുന്നു. അവൻ എയർപോർട്ടിൽ നിന്നും ഇറങ്ങുന്നതുമായി ചെക്കിങ്ങുമായി ബന്ധപ്പെട്ട് അപ്പോഴാണ് ഞാൻ അവൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ആൾ മാഹീൻ സുഡാപ്പി എന്ത് ചെയ്തിട്ടുണ്ട്. അവനൊരു വ്ളോഗറാണ്, ഒരു വ്ളോഗറാണ് മാഹീൻ സുഡാപ്പി. അവൻ ഇസ്രായേലിൽ എത്തി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോഴേ ഞാൻ മനസ്സിൽ കുറിച്ച് വെച്ചതാണ്, എന്തായാലും ഇവൻ വ്ളോഗ് ചെയ്യാൻ യെരുശലേമിൽ വരും. അങ്ങനെ ഇവൻ യെരുശലേമിൽ വന്നു കഴിഞ്ഞാൽ മറ്റേ കൊറോണ അടിച്ച് മറ്റേ പൊളിക്കണമെന്നുള്ളത് എൻ്റെ ഒരു മോഹമാണ്. പിന്നത്തെ കാര്യം പിന്നെ എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം, അത് ഞാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു.
അവൻ്റെ കാരണം അടിച്ച് പൊളിക്കണം എന്നുള്ളത് എൻ്റെ ഒരു മോഹമായിരുന്നു. മാഹിൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഓൾറെഡി മാഹിൻ ജെറുസലേമിൽ വന്നുകൊണ്ട് ആ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചു പോയതാണ്. പക്ഷെ ആ വർഗീയവാദിയായ സ്ത്രീയുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മാഹിൻ അതേ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. പക്ഷേ ഇസ്രായേലിലെ ജൂതന്മാരെക്കാൾ ഏറ്റവും കൂടുതലും അപകടകാരികൾ ആ ജൂതന്മാരുടെ പണം പറ്റിക്കൊണ്ട് ജീവിക്കുന്ന അവിടുത്തെ ചില മലയാളികളാണ്. അവന്മാരാണ് ഏറ്റവും കൂടുതലും അപകടകാരികൾ. അവരാണ് മാഹിനെ പലപ്പോഴായി സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ കടന്നാക്രമിച്ചത്. മാഹിൻ ഒരു സുഡാപ്പിയാണെന്നും ഒരു തീവ്രവാദിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ മാഹിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അവഹേളിക്കുകയുണ്ടായി. മാഹിൻ നിൽക്കുന്നത് ഇപ്പോൾ ഇസ്രായേലിലാണ്. യുദ്ധഭീതി കാരണം എല്ലാവരും ഭയപ്പാടോടുകൂടി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ആ യുദ്ധഭീതിയിലാണ് മാഹിൻ ഇസ്രായേലിലേക്ക് കയറി ചെന്നത്. അപ്പോൾ തന്നെ മാഹിന്റെ ആ ചങ്കുറപ്പും ധൈര്യവും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മാത്രവുമല്ല, മാഹിൻ ഒരു മുസ്ലിം ആയിരുന്നു. പോരാഞ്ഞിട്ട് ഫലസ്തീൻ എപ്പോഴും പിന്തുണ പ്രഖ്യാപിക്കുന്ന, ഫലസ്തീന് വേണ്ടി എപ്പോഴും സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഇത്തരത്തിൽ എപ്പോഴും ഫലസ്തീന് വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ച മുസ്ലിമായ മാഹിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് ഇസ്രായേലിലേക്ക് കയറി ചെന്നത്. പക്ഷേ ഈ ഒരു സമയത്ത്, പ്രത്യേകിച്ച് യുദ്ധങ്ങളൊക്കെ നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിലേക്ക് മാഹിൻ പോകേണ്ടിയിരുന്നില്ല എന്ന് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. ഒരു വിധത്തിൽ നോക്കുമ്പോൾ അവർ പറഞ്ഞതും ശരി തന്നെയാണ്. അതുകൊണ്ടാണല്ലോ മാഹിൻ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇസ്രായേലിൽ നേരിടേണ്ടി വന്നത്. നോക്കൂ, മാഹിൻ എന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാരനാണ്. കൂടിപ്പോയാൽ ഒരു 26 അല്ലെങ്കിൽ 28, ഇനി അതുമല്ലെങ്കിൽ ഒരു 30, അത്ര വയസ്സ് മാത്രം പ്രായമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ഈ പ്രായത്തിലും ഈ ചെറുപ്പക്കാരൻ കാണിക്കുന്ന ഈ ഒരു പക്വതയും ധൈര്യവും ആത്മവിശ്വാസവും അത് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ്. മാഹിന്റെ ധൈര്യം എന്താണ് എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ കണ്ടതാണ്. പെട്ടെന്നങ്ങനെ ആരും കയറി ചെല്ലാത്ത, വളരെയധികം ഭയപ്പാടോടുകൂടി പോകുന്ന അഫ്ഗാനിസ്ഥാനിലെയും താലിബാനിലെയും ഓരോ ആളുകളെയും പ്രദേശങ്ങളെയും ക്യാമറയിൽ പകർത്തി ദൃശ്യങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് മാഹിൻ. അതോടുകൂടി തന്നെ മാഹിൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന്റെ ധൈര്യം മലയാളികൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. മാഹിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാഹിൻ ഒളിച്ചോടിപ്പോയെന്നും മാഹിൻ തീവ്രവാദിയാണെന്നും മാഹിനെ ഇസ്രായേൽ പട്ടാളം പിടിച്ചുകൊണ്ടുപോയെന്നൊക്കെ പച്ചയായ നുണകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ സംഘികളും ക്രിസംഘികളും ജൂതന്മാരുടെ പണം പറ്റി ജീവിക്കുന്ന കുറേ മലയാളികളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയുണ്ടായി. മാഹിനെക്കുറിച്ച് ഈ സമയങ്ങളിലൊന്നും ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. ആ സമയത്തായിരുന്നു മാഹിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. ആ വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ട് മാഹിൻ ഒരു കമന്റ് ഇട്ടിരുന്നു, ഐ ആം സേഫ്, അതായത് ഞാൻ സുരക്ഷിതനാണ്. അതോടുകൂടി എല്ലാവർക്കും ഒരു സമാധാനം കിട്ടി. അതുമാത്രമായിരുന്നു കിട്ടിയ വിവരം. അതിനുശേഷം മാഹിനെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാഹിൻ അപ്ലോഡ് ചെയ്ത, അതായത് ഇസ്രായേലിലേക്ക് വന്നിറങ്ങിയതിന് ശേഷമുള്ള അവസാനത്തെ 2 വീഡിയോകൾ പെട്ടെന്ന് യൂട്യൂബിൽ നിന്നും കാണാതാകുന്നു. പിന്നീട് എല്ലാവർക്കും വീണ്ടും ആശങ്കയായി. മാഹിൻ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഒരു വ്യക്തതയുമില്ലായിരുന്നു. പെട്ടെന്നിങ്ങനെ വീഡിയോകൾ നീക്കം ചെയ്യുമ്പോൾ മാഹിൻ എന്തെങ്കിലും അപകടം സംഭവിച്ചിരിക്കുമോ, അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ എന്ന് ആളുകളൊക്കെ ആശങ്കപ്പെടാൻ തുടങ്ങി. എന്നാൽ അവസാനം ഹൈഡ് ചെയ്ത ആ 2 വീഡിയോകൾ വീണ്ടും പബ്ലിക്കാക്കിക്കൊണ്ട് എല്ലാ സംഘികൾക്കും ക്രിസംഘികൾക്കും എല്ലാ വർഗീയവാദികൾക്കും മറുപടി എന്നോണം മാഹിൻ ഒരു വീഡിയോയുമായി വന്നിരിക്കുന്നു.